ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് 11 അർദ്ധരാത്രി ആരംഭിക്കും. വികസനം പൂർണ്ണതയിലെത്തുന്നത് ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോഴാണെന്ന് മന്ത്രി OR കേളു. തൊഴിലാളി വർഗ പാർട്ടിക്ക് ഇന്ന് തൊഴിലാളി എന്ന് പറയാൻ മടിയാണെന്ന് മുൻ MLA PV അൻവർ. റോട്ടറി ഡിസ്ട്രിക്ട് കോൺഫറൻസ് മൊഹബത്ത് ഫെബ്രുവരി 13 മുതൽ 15 വരെ ഫറൂഖിൽ നടക്കും. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് 11 അർദ്ധരാത്രി ആരംഭിക്കും. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം നൽകിയത്. CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയതായും ബലപ്രയോഗമോ അക്രമമോ ഉണ്ടാകില്ലെന്നും അദ്ദേഹം അറിയിച്ചു. INTUC കേരളത്തിൽ പ്രത്യേകമായാണ് പണിമുടക്കുകയെന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. പണിമുടക്കിൽ BMS പങ്കെടുക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വികസനം പൂർണ്ണതയിലെത്തുന്നത് ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോഴാണെന്ന് മന്ത്രി OR കേളു. OBC വിഭാഗത്തിലെ തെരുവ് കച്ചവടക്കാർക്കുള്ള ധനസഹായ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. OBC വിഭാഗത്തിലെ തെരുവ് കച്ചവടക്കാർക്ക് മൊബൈൽ സ്ട്രീറ്റ് വെൻഡിംഗ് കാർഡ് വാങ്ങുന്നതിന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന ധനസഹായം നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ മന്ത്രി OR കേളു നിർവഹിച്ചു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയെന്നത് സർക്കാരിന്റെ പൊതുവികസന കാഴ്ചപ്പാടിന്റെ പ്രധാന ഘടകമാണെന്ന് മന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടെയുള്ളവ ഇതിനായി നടപ്പാക്കിയതാണ്. പിന്നാക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ പോലെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ നമ്മൾ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ഗ്രാന്റുകൾ, അതോടൊപ്പം തന്നെയാണ് നമ്മൾ സ്കോളർഷിപ്പുകൾ നമ്മൾ കൊടുത്തു വരുന്നത്. വിവാഹ ധനസഹായം പോലെയുള്ള കാര്യങ്ങൾ, ഭവന വായ്പ പോലെയുള്ള പദ്ധതികൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് സ്വാഭാവികം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ വികസന കുതിപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം കൂടി മെച്ചപ്പെടുത്തുമ്പോൾ മാത്രമാണ് കേരള വികസനം ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് കാണാനും ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മേയർ O സദാശിവൻ അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA വായ്പാ വിതരണം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത അരുൺ, പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടർ മിസാൽ സാഗർ ഭരത്, ജനറൽ മാനേജർ CR ബിന്ദു, മിഷൻ മാനേജർ മുനീർ, ഡെപ്യൂട്ടി ഡയറക്ടർ B പ്രബീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൊഴിലാളി വർഗ പാർട്ടിക്ക് ഇന്ന് തൊഴിലാളി എന്ന് പറയാൻ മടിയാണെന്ന് മുൻ MLA PV അൻവർ. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PV അൻവർ.
തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി നീക്കം ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, കുടിശ്ശിക DA ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, തടഞ്ഞുവെച്ചിരിക്കുന്ന എല്ലാ പ്രൊമോഷനുകളും ഉടൻ നൽകുക, വിജിലൻസിനെ ഉപയോഗിച്ച് ജീവനക്കാരെ താറടിക്കുന്ന സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ഫറോക്ക് ഡിവിഷൻ തല പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഫറോക്ക് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി മുൻ MLA PV അൻവർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ ക്ഷാമബത്തയും ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇടതുപക്ഷ സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രമോഷനും നിയമനവും നൽകാതെ തൊഴിലാളികളെ ദുരിതത്തിലാക്കുകയാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായി മാറ്റുന്ന ഇരുമ്പ് പോസ്റ്റുകൾ ഒറ്റയടിക്ക് സ്ക്രാപ്പായി തള്ളി KSEBക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് സർക്കാർ വരുത്തിവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളി എന്ന പേര് പോലും ചേർക്കാറില്ല. ഞാൻ കുറേയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇന്നലെ സമാധാനമായി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞു, ഈ പാവങ്ങൾ പറഞ്ഞ വാക്യങ്ങൾ വെച്ചിരിക്കില്ല, പാവങ്ങൾ ആ വാക്യങ്ങൾ വെച്ചിരിക്കില്ല, എല്ലാവരും മുതലാളിമാരാകും. എന്നിട്ട് വർണ്ണസമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കാണണം ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. അവരെന്താ പറയുക, ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാതെ വായിന്ന് വീണു പോകുന്നു നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയാറ്. പരിപാടിയിൽ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ഡിവിഷൻ പ്രസിഡന്റ് PR സംഗീത അധ്യക്ഷത വഹിച്ചു. സംഘടന മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി V സുധീർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. INTUC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് K രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ജില്ലാ സെക്രട്ടറി സുനിൽ കക്കുഴി, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സുദർശനൻ NV, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് ചാലിയം തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ഡിവിഷൻ വൈസ് പ്രസിഡന്റ് A അല്ലാബക്സ്, ഡിവിഷൻ സെക്രട്ടറി K ഇർഷാദ് തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റോട്ടറി ഡിസ്ട്രിക്ട് കോൺഫറൻസ് മൊഹബത്ത് ഫെബ്രുവരി 13 മുതൽ 15 വരെ ഫറോക്കിൽ നടക്കും. ചടങ്ങ് RIPR റോട്ടേറിയൻ ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ഡിസ്ട്രിക്ട് കോൺഫറൻസ് അത് ഈ വരുന്ന 14, 15 എന്നീ ദിവസങ്ങളിൽ മലബാർ മറീനയിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നു. വേൾഡ് തലത്തിൽ ലക്ഷക്കണക്കിന് സർവീസ് പ്രോജക്റ്റുകൾക്ക് നേതൃത്വം വഹിക്കുന്ന ഒരു സംഘടന, ഒരു ഇന്റർനാഷണൽ സംഘടനയാണ് റോട്ടറി എന്ന് പറയുന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് 3204 എന്ന് പറയുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കാലിക്കറ്റ്, മലപ്പുറം എന്നീ സ്ഥലങ്ങളിലുള്ള റോട്ടേറിയൻസിന്റെ സംഗമമാണ്, കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത്. 14, 15 എന്നീ ദിവസങ്ങളിലാണ് നടക്കുന്നതെങ്കിലും 13th നൈറ്റിൽ 6 o'clock മുതൽ എക്സ്ക്ലൂസീവ് ക്ലബിൽ വെച്ചിട്ട് ഒരു കോൺഫറൻസ് ഈവ് ഇതോടുകൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. റോട്ടറി കാലിക്കറ്റ് സൺറൈസ് ആണ് കോൺഫറൻസിന്റെ ആതിഥേയർ. ADGP ശ്രീജിത്ത്, പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി, നടി ഭാവന, റോട്ടറി ഇന്റർനാഷണൽ പ്രസിഡന്റ് പ്രതിനിധി ചന്ദ്ര ബോബ് എന്നിവർ മൊഹബത്തിൽ തങ്ങളുടെ യാത്രകളിൽ നിന്നും ലഭിച്ച ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കും. കഥാകാരൻ ജോസഫ് അന്നംകുട്ടി ജോസ്, മജിഷ്യൻ രാജമൂർത്തി, മെന്റലിസ്റ്റ് വിനോദ്, പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ എന്നിവരും റൊട്ടേറിയന്മാരും
ആകർഷകമായ സെഷനുകൾ അവതരിപ്പിക്കും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള 2000-ലധികം പ്രതിനിധികൾ മൊഹബത്തിൽ പങ്കാളികളാകും. വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിം പാലശ്ശേരി, നൌഫൽ സി, അബ്ദുൾ ഹസീബ്, ധനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവാഹമോചനത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബക്കോടതി ജഡ്ജ് RL ബൈജു. ഡോക്ടർ KS പ്രഭാവതിയുടെ അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വിവാഹമോചനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബക്കോടതി ജഡ്ജി RL ബൈജു പറഞ്ഞു. നിസാര കാരണങ്ങൾക്ക് വരെ വിവാഹമോചന ഹർജികളുമായി എത്തുന്ന പ്രവണതയാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം മുൻ മേധാവി ഡോക്ടർ KS പ്രഭാവതി എഴുതിയ അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിന്നെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഈ ഫാമിലി കോടതിയുടെ ഒരു അവസ്ഥ, അഡ്വക്കേറ്റ് അംബികയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കോടതിയിൽ ഒരു ദിവസം ഒരു ആവറേജ് 1 ഡസൻ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഈ ഇതിന്റെ മുകളിൽ കയറിയിട്ട് മാല അങ്ങോട്ടും താലി ഇങ്ങോട്ടും എന്തൊക്കെയോ കിട്ടുമല്ലോ, ഈ സാധനത്തിന് അവിടെ ഒരു ഫീസൊക്കെ അടയ്ക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇനി ഇവിടെ ഫീസ് അടയ്ക്കണം എന്ന് കയറി നിൽക്കുകയാണ്. ഇതേപോലെ ഒരു കൂട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവര് കല്യാണം കഴിക്കാൻ വേണ്ടി കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു, ഞങ്ങൾ കല്യാണം പിരിച്ചുവിടാൻ വേണ്ടി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം മേധാവിയായ ഡോക്ടർ VP ജിത്തു പുസ്തകം ഏറ്റുവാങ്ങി. കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലബാർ മെഡിക്കൽ കോളേജിലെ എമിറേറ്റ്സ് പ്രൊഫസർ ഡോക്ടർ AM കുഞ്ഞിക്കോയാമു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റോഷൻ ബിജിലി പുസ്തക പരിചയം നടത്തി. ഡോക്ടർ C അജിത, അഡ്വക്കേറ്റ് AC അംബിക, ഡോക്ടർ TP മോഹനൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ മിഥുൻ സിദ്ധാർത്ഥൻ സ്വാഗതവും ഡോക്ടർ KS പ്രഭാവതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മേപ്പിൾ ബെയർ കനേഡിയൻ സ്കൂൾ 12ാം വാർഷികം ആഘോഷിച്ചു. ലൈബ്രറി ഓഫ് ഡ്രീംസ് എന്ന പരിപാടിയിൽ പ്രമുഖർ പങ്കെടുത്തു. കുട്ടികളുടെ കലാവിരുന്നും ഒരുക്കി. മേപ്പിൾ ബെയർ കനേഡിയൻ സ്കൂൾ കോഴിക്കോട് 12ാം വാർഷികം ആഘോഷിച്ചു. ലൈബ്രറി ഓഫ് ഡ്രീംസ് എന്ന പേരിൽ ആശീർവാദ് ലോൺസിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂളിന്റെ ദേശീയ അംഗീകാരങ്ങളും വിദ്യാർത്ഥികളുടെ റെക്കോർഡ് നേട്ടങ്ങളും പ്രധാന ശ്രദ്ധാകേന്ദ്രമായി. CQECCE അവാർഡ്, കോഴിക്കോട്ടെ ഏറ്റവും മികച്ച 10 സ്കൂളുകളിലൊന്ന്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയാണ് സ്കൂളിനു ലഭിച്ച നേട്ടങ്ങൾ. ആഘോഷ പരിപാടികളിൽ ഡോക്ടർ അഹമ്മദ് ഷാഫി EP, ഡോക്ടർ ഷാഫീസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഡോക്ടർ K മൊയ്തു, ഡോക്ടർ KM മെഹബൂബ് എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗ്ലോബൽ ടാപ്പെസ്ട്രി എന്ന പ്രമേയത്തിൽ നടന്ന കലാപരിപാടികളിൽ ഡേ കെയർ മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കഥകളും സംസ്കാരങ്ങളും കോർത്തിണക്കി കുരുന്നുകൾ അവതരിപ്പിച്ച പരിപാടികൾ കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. ഡേ കെയർ, ആഫ്റ്റർ ഡേ സ്കൂൾ, ഡേ കെയർ, നഴ്സറി, JKG, SKG, ഗ്രേഡ് 1 മുതൽ 4 വരെ ക്ലാസുകളാണ് സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കനേഡിയൻ പഠന രീതിയാണ് സ്കൂളിൽ പിന്തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize, Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years.
ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കണ്ണമ്പറമ്പ് ബീച്ചിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ നിർവഹിച്ചു. ഡോക്ടർ ബഡ്ഡീസ്, സാൽപിഡോ, മലബാർ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, കോൺഫിഡന്റൽ, മെക് 7, നൈനാംവിളപ്പ്, കോതി മിനി സ്റ്റേഡിയം യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കണ്ണമ്പറമ്പ് ബീച്ചിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി 3000 രൂപ മൂല്യമുള്ള വിവിധ പരിശോധനകൾ പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാക്കി. മെഗാ ക്യാമ്പ് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ TPM ജിഷാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്യാമ്പിൽ ഡോക്ടർ ഇയാദ് മുഹമ്മദ്, നാസിം ബക്കർ, സഫീർ, ഡോക്ടർ അർഷദ്, അബ്ദുൾ റഷീദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. KV ഇസ്ഹാഖ്, PP സബീർ, ഉസ്മാൻ, AM നംഷീദ്, അഷറഫ് വാഴപ്പറമ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യകാരി KP സുധീര ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറം ചെയർപേഴ്സൺ. സാഹിത്യപരമായും സർഗാത്മകപരമായും സമൂഹത്തിന് നൽകുന്ന പ്രചോദനങ്ങൾ ലക്ഷ്യമിട്ടാണ് നിയമനമെന്ന് സംഘാടകർ പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ WMCയുടെ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ എഴുത്തുകാരി KP സുധീരയെ ഗ്ലോബൽ റൈറ്റേഴ്സ് ഫോറത്തിന്റെ ചെയർമാനായി തെരഞ്ഞെടുത്തതായി അറിയിച്ചു. അന്താരാഷ്ട്ര ഫോറങ്ങളെ നിയന്ത്രിക്കുന്ന WMC ഉപനിയമങ്ങൾക്കും സംഘടനാ ഘടനയ്ക്കുമനുസൃതമായാണ് നിയമനം. ആഗോള മലയാളി സമൂഹത്തിലുടനീളമുള്ള സാഹിത്യപരവും സർഗാത്മകവുമായ സംരംഭങ്ങളെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് നിയമനമെന്ന് ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ, ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു, സെക്രട്ടറി മൂസക്കോയ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉത്തരമേഖല സേവക് നഴ്സറി കലോത്സവം ഫെബ്രുവരി 14-നും 15-നും നടക്കും. പുതിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് മത്സരവേദി. കുട്ടികളെ ആകർഷിക്കാൻ ഒട്ടനവധി സമ്മാനങ്ങൾ തന്നെ ഇതിൽ നൽകുന്നുണ്ട്. സർഗപ്രതിഭയ്ക്ക് ട്രോഫി കൂടാതെ 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട് ഈ കലോത്സവത്തിൽ. കൂടാതെ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിദ്യാലയങ്ങൾക്ക് സ്ഥിരം ട്രോഫിയും റോളിംഗ് ട്രോഫിയും അതുകൂടാതെ ക്യാഷ് അവാർഡും സമ്മാനമായി നൽകുന്നുണ്ട്. കൂടാതെ ഈ കലോത്സവത്തിന് ഏറ്റവും പ്രാധാന്യം പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സമ്മാനം നൽകുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 14-ന് രാവിലെ 10 മണിക്ക് മേയർ O. സദാശിവൻ ഉത്തരമേഖല സേവക് നഴ്സറി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 15-ന് വൈകിട്ട് 5 മണിക്ക് അഹമ്മദ് ദേവർകോവിൽ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് PS കൃഷ്ണനുണ്ണി സ്മാരക റോളിംഗ് ട്രോഫി, VP കൃഷ്ണൻകുട്ടി നായർ സ്മാരക ക്യാഷ് പ്രൈസ്, രാമചന്ദ്രൻ വൈദ്യൻ സ്മാരക ട്രോഫി, AP പ്രേംകുമാർ സ്മാരക ക്യാഷ് പ്രൈസ്, ഇമാനുവൽ രാജൻ മെമ്മോറിയൽ ട്രോഫി, ജോൺ സ്മാരക ട്രോഫി, M. ജാനു സ്മാരക പ്രൈസ് മണി എന്നിവ നൽകുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ P. ദിവാകരൻ, KV ചിത്രേഷ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 69ാമത് നാഷണൽ സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ ഖേലോ ഇന്ത്യ ബോക്സിംഗ് ടീമിലെ താരങ്ങളെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ കേരള സ്കൂൾ ടീം 1 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും നേടി. കോഴിക്കോട് ബോക്സിംഗ് അസോസിയേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണത്തിൽ സെക്രട്ടറി നിഖിൽ ഘോഷ്, ഖേലോ ഇന്ത്യ ബോക്സിംഗ് കോച്ച് പ്രബീഷ്, അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ
താരങ്ങളായ ഋഷി ദേവ്, നിസാം, ധ്രുപദ്, അഹ്നാഫ്, സഫാൻ, അഞ്ചൽ, ഷിഫാന എന്നിവരെ മാലയിട്ട് സ്വീകരിച്ചു. ബംഗളൂരു ജാലഹള്ളി സെന്റ് ക്ലാരറ്റ് PU കോളേജിൽ ഫെബ്രുവരി 4 മുതൽ 9 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് 11-ന് അർദ്ധരാത്രി ആരംഭിക്കും. വികസനം പൂർണ്ണതയിലെത്തുന്നത് ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോഴാണെന്ന് മന്ത്രി OR കേളു. തൊഴിലാളി വർഗ പാർട്ടിക്ക് ഇന്ന് തൊഴിലാളി എന്ന് പറയാൻ മടിയാണെന്ന് മുൻ MLA PV അൻവർ. റോട്ടറി ഡിസ്ട്രിക്ട് കോൺഫറൻസ് മൊഹബത്ത് ഫെബ്രുവരി 13 മുതൽ 15 വരെ ഫറൂഖിൽ നടക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.